ഉന്മാദം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കണ്ടിട്ട് വരിക. എനിക്കൊരു ആവറേജ് ഫീലാണ് എന്തായാലും കിട്ടിയത്. നമ്മൾ ഇതുവരെ കണ്ടുപോകുന്ന ചില കഥകളുണ്ട്, അതായത് പോലീസ് സ്റ്റോറികളുണ്ട്. അതിൽ ഒരുപക്ഷെ കള്ളന് പോലീസിനെ പേടിയായിരിക്കാം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഭയപ്പെടുന്ന കുറേ ആളുകളുണ്ടായിരിക്കാം. അതും അല്ലെങ്കിൽ വലിയ മുതലാളിമാരടക്കമുള്ള ആളുകളെ ഭയപ്പെടുന്ന ഉദ്യോഗസ്ഥർ, അതായത് പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഉന്മാദം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഒരു ഒഴുക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സ്റ്റേഷനിൽ നിന്നും മറ്റൊരു പുതിയ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറി വരുന്ന ഒരു നായകൻ, അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. പിന്നീട് ആ സ്റ്റേഷനിലുള്ള ഒരു കേസ് ഫയൽ തൊടാൻ പേടിക്കുന്ന കുറേ പോലീസുകാർ, ആ കേസ് ഫയലിൽ നിന്നുണ്ടാകുന്ന കുറേ സംഭവ വികാസങ്ങൾ, അതാണ് ചിത്രത്തിലൂടെ സംവിധായകനും അതുപോലെ തന്നെ തിരക്കഥാകൃത്തും പറഞ്ഞു പോകുന്നത്. അത്തരത്തിലുള്ള ഒരു രീതിയിലൂടെയാണ് ആ സിനിമ തുടർന്നു പോകുന്നത്. സിനിമ കാണുന്ന പ്രേക്ഷകരായ നമുക്ക് തീരുമാനിക്കാം, സിനിമ ഒരു ത്രില്ലറാണോ അല്ലെങ്കിൽ സിനിമ ഒരു എന്താ പറയുക സൈക്കോ ത്രില്ലറാണോ എന്നുള്ളതൊക്കെ നമ്മൾ വേണം തീരുമാനിക്കാൻ. പിന്നെ ഒരു കാര്യം എടുത്തു പറയാം, അതായത് ഈ അടുത്ത കാലത്തൊക്കെ ഇറങ്ങിയ ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ പേരിനോട് ഒരു നീതി പുലർത്തുന്ന ഒരു ചിത്രം. കാരണം ചിത്രത്തിൻ്റെ പേര് ഉന്മാദം എന്നാണ്. ഈ ചിത്രത്തിലും ഒരു ഉന്മാദം തന്നെയാണ്. ഉന്മാദം എന്ന് പറയുന്നതിൻ്റെ ഒരു സാധനം തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഒക്കെ എത്തുന്ന സമയത്ത് നമ്മൾ കാണുക. എനിക്ക് ചിത്രം കണ്ടപ്പോൾ ഫീൽ ചെയ്തത് ഒരു ആവറേജ് ഫീലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ തിയേറ്ററിലിരിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നു, ലിജാമോളിന് നമ്മൾ കണ്ട് ശീലിച്ച ചില പ്രകടനങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ അഭിനയം ഉണ്ടല്ലോ, അതേ ഒരു പാറ്റേൺ, ആ പാറ്റേണിൽ നിന്നൊന്നും മാറാത്ത ഒരു ലിജാമോളെ തന്നെയാണ് ഈ ചിത്രത്തിലും, അതായത് ഉന്മാദം എന്ന് പറഞ്ഞ ചിത്രത്തിലും കാണാൻ സാധിക്കുക. എന്തായാലും എല്ലാവരും ചിത്രം തിയേറ്ററിൽ പോയിട്ട് കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.